ഞാൻ നോക്കിയപ്പം കടം ഇങ്ങനെ കയറുകയാണ് കേരളത്തിൽ. കിബി ഞാൻ എന്തായി കുന്തം കിബി എന്തുകൊണ്ടായെന്ന് ചോദിച്ചു. നിങ്ങൾ കാശ് കടം പഠിക്കുക എന്തിനാ? വീണ ജോർജിന് കിട്ടി വോട്ട് കിട്ടുകയെന്ന് ഡബിൾ സത്യം ഞാൻ പറഞ്ഞു. ഒരിക്കലും കിട്ടുക. ആര് വോട്ട് ചെയ്യും? കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് ചെയ്യില്ലല്ലോ ഐസക്കിന്. പിണറായി വിജയനും മുസ്ലിം ആയിക്കൊണ്ടിരിക്കുക. ഇവിടുത്തെ ഭീകര മുസ്ലിം സംഘടനകൾ മുഴുവൻ പിണറായി വിജയൻ ഇപ്പം മുണ്ട് കൊടുത്ത് നേരെ നടുക്ക അവിടെ ശ്രദ്ധിച്ചാൽ അങ്ങോട്ടല്ല ഇങ്ങോട്ടുമല്ല, ആ ഇടത്തുമല്ല വലത്തുമല്ല. അന്ന് ആരാണ് ബലാത്സംഗം ബലാത്സംഗം കൂടെ ശരിയായിട്ട് സംഘിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോഴാണ് ബലാത്സംഗം. അത് എനിക്കൊരു സങ്കടം. പിണറായിയുടെ അന്ത്യം പൂജപ്പന സെൻട്രയില്ലാതെ സങ്കടമാണ്. ഇതിപ്പോ ഒരു ഇടിയുടെ പാമ്പ് കടിച്ചത് അവർക്ക് 8 നിലയല്ല കുട്ടി, 8 നില മാത്രമല്ല 16 നില ഐസക്ക് കിട്ടും. അവൻ എവിടെ വോട്ട് കിട്ടാനുണ്ട് എന്ന് പറയും. മനസാക്ഷി നീതിബോധമുള്ള മലയാളികൾ മുഴുവൻ BJP ചേരും. PC ജോർജ്, ഞാൻ അദ്ദേഹത്തെ കാണാനാണ് ഈരാറ്റുപേട്ടയിലെത്തിയിരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. അതായത് പത്തനംതിട്ടയിൽ വലിയൊരു മത്സരം ഒരുങ്ങാൻ പോകുന്നു എന്ന് പറയും. ഞാൻ സത്യം പറയാറ്, ഈ നിമിഷം വരെ ഒരാളോട് തന്നെ സ്ഥാനാർത്ഥിയാക്കണം ഞാൻ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ജനുവരി 31 നഡ്ഡാജിയുടെ നിന്ന് ഞാനും എൻ്റെ മകനും അഡ്വക്കേറ്റ് ജോർജ് കാക്കനാട് ഞങ്ങൾ മെമ്പർഷിപ്പ് സ്വീകരിക്കുന്ന സമയത്ത് എനി ഡിമാൻഡ് എന്ന് ചോദിച്ചു. നോ ഡിമാൻഡ് എന്ന് ഞാൻ പറഞ്ഞു. എനിക്കില്ല, ഡിമാൻഡില്ല. ഇപ്പോഴും ആ സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. എൻ്റെ പേരെങ്ങനെ പുറത്ത് വന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞിട്ടല്ല. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതായത് BJP എല്ലാ ആളുകളുടെ അഭിപ്രായം സ്വീകരിക്കുന്ന ഏതാണ്ട് ഇടപാടുണ്ട്. എനിക്കടുത്ത് എന്നോട് ആരും അഭിപ്രായം ചോദിച്ചില്ല. അതാ രസം. അപ്പം BJPയുടെ ഇവിടുത്തെ പത്തനംതിട്ട പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിലെന്ന് പറയുമ്പോൾ 7 നിയോജകമണ്ഡലം അസംബ്ലി നിയോജകമണ്ഡലങ്ങളിലെ നിയോജകമണ്ഡലത്തിലെ പത്തനംതിട്ട, 2 കോട്ടയത്ത്, കാഞ്ഞിരപ്പള്ളി 7 നിയോജകത്തിലെ നമ്മുടെ NDAയുടെയും BJPയുടെ നേതാക്കന്മാർ അവരാണ് അത് പ്രാധാന്യം കൊടുക്കുന്നത്. BJPയുടെ പ്രവർത്തനമല്ലേ. അതിൽ സംസാരിച്ച 100 പേരും PC സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞു. അവിടാണ് പ്രശ്നം. അങ്ങനെ എൻ്റെ പേര് പുറത്തു വരുന്നത്. അതിൻ്റെ പല ആളുകൾ എന്നെ വിളിച്ചു. ഞങ്ങൾ PC പേര് വാങ്ങി ഒരു കാരണവശാലും നിൽക്കാതിരിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ ചിരിച്ചു. ഞാനും മറുപടിയെ പറയാൻ പോയില്ല. കാരണം നമ്മൾ പറയുന്നത് ശരിയല്ലോ. ഞാൻ പാർട്ടി മെമ്പർഷിപ്പ് എടുത്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഭരിക്കാൻ പോകേണ്ട കാര്യമല്ല. അത് പാർട്ടി നിൽക്കേണ്ടത് ഞാൻ നിൽക്കേണ്ട. അല്ലാതെ എനിക്ക് അതിനകത്ത് അത് തന്നെ അവർ പല ഓഫർ എന്നോട് പറഞ്ഞതാണ്. ഞാൻ ചിരിച്ചതല്ല. അതുകൊണ്ട് മറുപടിയും ഞാൻ പറയിട്ടില്ല. അവർക്കറിയാം നേതാക്കന്മാർ. അങ്ങ് ഈ അടുത്ത ദിവസം തിരുവനന്തപുരത്ത് വെച്ചിട്ട് നരേന്ദ്രമോദി പങ്കെടുത്ത ചടങ്ങിൽ അദ്ദേഹത്തോടൊപ്പം ഇരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു. എന്തായിരുന്നു അനുഭവം? ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന അതിപ്രഗത്ഭനായ ഒരു പ്രധാനമന്ത്രി ഇന്ത്യയുടേത്. ഇന്ത്യക്കാർ ഓരോ ഇന്ത്യക്കാരനും മലയാളിക്ക് അഭിമാനമല്ലേ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിത്വം. ഒരൊറ്റ ചെറിയ ഉദാഹരണം മതി എന്ന് പറയും. പണ്ട് കാലത്ത് നമ്മുടെ ഈ നേഴ്സിംഗ് പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോകും. നമ്മുടെ ബംഗാളികൾ തിരുവനന്തപുരത്ത് ഈ കേരളത്തിൽ നമ്മുടെ കൊടുക്കുന്ന വിലയാണ് കൊടുത്തിരുന്നത്. ആ നില മാറി ഇപ്പോൾ നമ്മുടെ നേഴ്സുമാർ വരും പറയുന്നത് കേൾക്കണം. ഇന്ത്യ എന്ന് കേട്ടാൽ എല്ലാം ബഹുമാനമായി. മനസ്സിലായില്ലേ? ഇന്ത്യക്കാരനാണോ അവൻ അംഗീകാരമായി ഈ ലോകത്തല്ല. അത് ഈ മോദിയുടെ വരവിൻ്റെ ഗുണമാണ്. മോദി എല്ലാവരും ആരാധിക്കുകയാണ്. നമ്മളിപ്പോൾ ആരെതിർത്താലും മോദിയെ എതിർത്താലും ഫലമൊന്നുമില്ല. കാരണം ജനം മോദിക്കൊപ്പമായിപ്പോയി. അദ്ദേഹം ഒരു നല്ല മനുഷ്യൻ എന്നെല്ലാവർക്കും മനസ്സിലായി. 5 പൈസയുടെ കൈക്കൂലിയില്ല. ജീവിതത്തിലൊന്നും സമ്പാദിക്കാനാകില്ല. ജീവിതത്തിലാർക്കും ബന്ധുക്കളില്ല. ബന്ധമെല്ലാം ജനമാണ്. പുള്ളി പറയുന്നുണ്ടല്ലോ പച്ചയ്ക്ക്, എൻ്റെ ബന്ധു നിങ്ങളാണ്. അതായത് പ്രസംഗം വളരെ ഹിന്ദിയിലാണെങ്കിൽ പോലും മനസ്സിലാകുന്ന രീതിയിലാണ്. വളരെ വളരെ അഭിമാനകരമായ നേട്ടം മാത്രമേ അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായിട്ടുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയണം, ഈ കേരളം 4.5 ലക്ഷം കോടി രൂപ കടത്തില്ല. നമ്മുടെ ഐസക്ക് ഇവിടെ പത്തനംതിട്ട നിൽക്കുക. അയാൾ എങ്ങനെ വോട്ട് പിടിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഐസക്ക് താങ്കളെക്കുറിച്ചുള്ള ഏറ്റവും വ്യാപകമായ പ്രചരണം നടത്തണം. കാരണം ഞാനല്ലേ ന്യൂസ് വയ്ക്കാതെ അവനെ കൊന്നത്. അതെന്താണ് കൊന്നത്? ഞാൻ പറയാം. ഞാൻ നോക്കിയപ്പം കടം ഇങ്ങനെ കയറുകയാണ് കേരളത്തിൽ. കിബി ഞാൻ എന്തായി കുന്തം കിബി എന്തുകൊണ്ടായെന്ന് ചോദിച്ചു. നിങ്ങൾ കാശ് കടം പഠിക്കുക എന്തിനാ? അതായത് ഞാൻ പറയുന്നത് എന്താ പറയുക, ഞാനൊരു പൊതുപ്രവർത്തകനാണ്. ഞാൻ 7 പ്രാവശ്യം MLA ആണെന്ന് എടുത്തു പറയുന്ന അഭിമാനബോധം കൊണ്ടല്ല, ജനം മനസ്സിലാക്കാൻ. അതായത് നന്ദകുമാരൻ 100 രൂപ ഞാൻ മേടിച്ചാൽ ഞാൻ 100 രൂപ കള്ളടിച്ച് കളഞ്ഞാൽ ഞാനങ്ങനെ തിരിച്ചു തരും. ഞാൻ ആ 100 രൂപ മുടക്കി ഒരു മുറുക്കാൻ കട കിട്ടും. അതിന് ലാഭം കൊണ്ട് 100 രൂപ തിരിച്ചു തരാൻ പറ്റും. ഒരു കൊല്ലം കൊണ്ടോ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ. ഒരു ചെറിയ ഉദാഹരണം.
എന്നുപോലെ കിബി എന്ന് പറഞ്ഞാൽ റോഡുണ്ടാക്കിയാൽ കൊള്ളാം. അതിൽ 100 രൂപ മേടിച്ച 2 രൂപ റോഡുണ്ടാക്കി 98 അനാമത്ത് ചിലവാണ്. പിന്നെ എങ്ങനെ നന്നാവും? 4,50,000 കോടി രൂപ കടമെന്ന് പറഞ്ഞാൽ കേരളം എന്തൊരു ഗതിയിലാണ്. ശ്രീലങ്ക ഒരു രാജ്യമാണ്. ആ രാജ്യം 3.5 ലക്ഷം കോടി രൂപ കടമായപ്പോൾ ആഭ്യന്തര കലാപം ഉണ്ടായി. ആ രാജ്യം തീർന്നു പോയി. അവസാനം അമേരിക്ക, റഷ്യ, ചൈന, ഇന്ത്യ നമ്മൾ ഭയങ്കര സഹായിച്ചാണ് ഇപ്പോൾ പട്ടിണിയിലായി ജീവിക്കുക, ആത്മഹത്യ ഒഴിവായത്. കേരളം ഒരു സ്റ്റേറ്റാണ്, ചെറിയ ഫെഡറൽ സംവിധാനത്തിൽ കേരളം ഇന്ത്യ ഒരു ചെറിയ സ്റ്റേറ്റാണ്. 600 കിലോമീറ്റർ നീളവും 67 കിലോമീറ്റർ വീതിയുള്ള ആകെ. അതിനകത്ത് കിടക്കുന്ന 3-3.5 കോടി ജനമാണ്. ആ ജനത്തെയാണ് ഈ 4.5 ലക്ഷം കോടി കടവാക്കിയിരിക്കുന്നത്. ഞാനും നന്ദകുമാറും കടക്കാരനാണ്. ഇപ്പോൾ ആരും നമ്മളെല്ലാം മേടിച്ചോ? ആരെങ്കിലും മേടിച്ചോ? പിന്നെ ഈ കടവാക്കി എന്ന് പറയുമ്പോൾ വേറെ ആലോചിക്കണം. ഇന്നും പത്രത്തിലുണ്ട് ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ച ആനുകൂല്യം എല്ലാ സ്റ്റേറ്റിനും കൊടുത്ത് ഇക്കണം 27,000 കോടി രൂപ വീണ്ടും തരിക കേരളത്തിന്. അതൊന്നും ഒരു കുറവും വരുന്നില്ല. എന്നാൽ ഇവിടെ വന്ന് നിങ്ങൾ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും കേന്ദ്രം അവഗണിച്ച് മനപ്പുറം പറയുന്ന കള്ളക്കച്ചവടം. താങ്കൾ എന്തുകൊണ്ടാണ് ഐസക് വല്ലാതെ പേടിക്കുന്നത്? അതുകൊണ്ടാണല്ലോ താങ്കൾ പറയാം. ഐസക് നിയമസഭയിൽ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഐസക് ഈ കുന്തം, ഈ കിബി ഒന്ന് വിശീലിക്കട്ടെ, തർക്കമായി. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ മേടിക്കുന്ന കടം ഇതുപോലെ പ്രത്യുൽപാദനപരമല്ല, നിങ്ങൾ ചിലവഴിച്ചത് എങ്ങനെ തിരിച്ചടയ്ക്കും? നിങ്ങൾക്ക് അതിന് കഴിയുമോ? അപ്പം ഞാൻ ഈ കടം അടയ്ക്കുമെന്ന് പറഞ്ഞു. അടച്ചോ? അപ്പം ഞാൻ പറ്റൂ. അതെങ്ങനെ അടയ്ക്കും എനിക്ക് മനസ്സിലാകുന്നില്ല. സ്പീക്കർ നിഷ്പക്ഷമായ നിലപാട് സ്വീകരിച്ചു. ഏതായാലും തർക്കം മൂത്ത് ഞങ്ങൾ MLA-മാർക്കെല്ലാം ഇഷ്ടം തോന്നി. കാരണം ഇതൊരു വലിയ സാമ്പത്തിക ചർച്ചയില്ല, അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവസാനം ഐസക്, ഞാൻ പറഞ്ഞു, എൻ്റെ ഐസക് ഈ കേരളത്തെ തൊലയ്ക്കുകയാണ്, ഇതെൻ്റെ അഭിപ്രായം, നിങ്ങൾ ചെയ്യരുത് ഇത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ഐസക് പറഞ്ഞു, ശരി, PC-ന്റെ അഭിപ്രായത്തിൽ നിൽക്കുന്നു, ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ നിൽക്കുന്നു, കാലം തെളിയിക്കട്ടെ. ഇപ്പോൾ കാലം തെളിയിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഐസക്കിന് എന്നോട് വിഷമം. ഇപ്പോൾ കാലം തെളിയിച്ചു, പട്ടിണിയായി, ആത്മഹത്യയുടെ നാടായി മാറി, ജീവിക്കാൻ മാർഗമില്ല, കാർഷിക മേഖല മുഴുവൻ തകർന്നു. സാധാരണ കച്ചവടക്കാർ, മുറുക്കാൻ കച്ചവടക്കാരെങ്കിൽ പിടിച്ചു നിൽക്കുന്നത് ഏറ്റവും ഭീകരമായി നശിച്ചിരിക്കും കച്ചവടക്കാരൻ. മുഴുവൻ കച്ചവടം തീർന്നു. കാരണം കൃഷിക്കാരൻ്റെ പണമുണ്ടെങ്കിൽ അവൻ കടയിൽ ചെല്ലുന്നു. കടയിൽ ചെല്ലാതെ കച്ചവടം നടക്കൂ. കച്ചവട രംഗം തകർന്നു, കാർഷിക രംഗം തകർന്നു. അതിനിടയ്ക്ക് കാട്ടുപോത്തും കാട്ടാനയും എല്ലാം കൂടെ മനുഷ്യൻ കൊല്ലുന്നു. ഇത്രയും ഗതികെട്ട് ഒരു സാഹചര്യം കേരളത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇനിയും ഇത് ശരിയല്ലെന്ന് പറയാതിരിക്കാൻ പറ്റുമോ? അദ്ദേഹം പറഞ്ഞത് PC ജോർജ് മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കെട്ടിവെച്ച പൈസ കിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒന്നും കെട്ടിവെക്കുന്നില്ല. എങ്ങനെ കിട്ടുന്നു? ഒന്നും കെട്ടിവെക്കുന്നില്ലേ? അത് കെട്ടിവെപ്പൊന്നുമില്ല. പാർലമെൻറ്റ് സ്ഥാനാർത്ഥി ഇത്ര രൂപ അടയ്ക്കണമെന്നുണ്ട്. ആടിയൊക്കെ അധികം അടയ്ക്കും. അത് ഞാൻ തിരിച്ചും മേടിക്കും. ഐസക്കിനെ പോലെ തിരിച്ച് കിട്ടാൻ വരുന്ന ഗതി വരികയില്ല. ഐസക്കിനെ തിരിച്ച് കിട്ടുകയില്ല. അത് കെട്ടിവെച്ചത് പോകാന്ന് പറഞ്ഞാൽ കഴിക്കും. ഐസക്കിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ആ പെണ്ണുമ്പിളെന്ന് പറയാൻ പാടില്ല, തെറ്റാണ്. വീണ വിജയനോ? വിജയൻ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. വീണ ജോർജിന് കിട്ടി വോട്ട് കിട്ടുകയില്ലെന്ന് ഡബിൾ സത്യം ഞാൻ പറഞ്ഞു. ഒരിക്കലും കിട്ടുകയില്ല. ആര് വോട്ട് ചെയ്യും? കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് ചെയ്യില്ലല്ലോ ഐസക്കിന്. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് ചെയ്യുന്നത്? കമ്മ്യൂണിസ്റ്റുകാർ ഒന്നാമത് ഈ ഭരണത്തോടെ എതിർത്തു. ഈ കടം കയറി മുട്ടിഞ്ഞു, ജീവിക്കാൻ മാർഗ്ഗമില്ല. എന്തുകൊണ്ടൊക്കെയാണ് പറയാം. ഇനിയിപ്പോൾ ഐസക്ക് വന്നിരിക്കും. ഐസക്ക് പറയുന്നത് തന്നെ രാഷ്ട്രീയത്തിൻ്റെ വോട്ടൊന്നും കൂടുതൽ കിട്ടാനില്ലല്ലോ. പിന്നെ ഉടനെ തന്നെ മതമാണ് പറയുന്നത്. നമ്മളാരും മതം പറയാറില്ല. പക്ഷേ CPM ഏറ്റവും കൂടുതൽ മത വോട്ട് നോക്കി സ്ഥാനാർത്ഥി നിർത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടി CPM ആണ്. ആ CPM ഇവിടെ കൊണ്ട് ക്രിസ്ത്യാനിയായതുകൊണ്ട് ഐസക്കിനെ നിർത്തുകയായി. പക്ഷേ ഐസക്ക് ലാറ്റിന് ഒരു വോട്ടും കൂടി ഇല്ല ഇവിടെ. 18 നിയമങ്ങളിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് നല്ല വോട്ടുണ്ട്. പെന്റിക്കോസ്റ്റ്, ഓർത്തഡോക്സ്, കാത്തലിക് തന്നെയാണ്. പിന്നെ മർത്തോമ സഭ, അതെ, അങ്ങനെ എല്ലാ മതവിഭാഗങ്ങളുണ്ട്. ഏറ്റവും പ്രമുഖം പെന്റിക്കോസ്റ്റാണ്. ഞാൻ ചോദിക്കട്ടെ, അവരെ ആരെയും കൂടെ നിർത്താൻ പറയും ഇവർക്ക്. അതിന് പകരം അതെങ്കിലും കിട്ടിയാണ്. ഇതിപ്പോൾ ലാറ്റിൻ ഈ കേരള സംസ്ഥാനത്ത് മത്സ്യത്തൊഴിലാളി മേഖല മാത്രമുള്ള ഈ ലാറ്റിൻ കത്തോലിക്ക് എന്ന് പറഞ്ഞാൽ വലുതാ വിചാരിക്കുന്നു. അല്ല, യേശുവിൻ്റെ ആളുകളാണ് ഡയറക്റ്റ്. എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ ഈ പത്തനംതിട്ടയിൽ ഇല്ല, തൊഴിലാളികളില്ല. ആലപ്പുഴ നിൽക്കാൻ മേലെ ഐസക്കിന് മത്സ്യത്തൊഴിലാളികളുണ്ട്. അങ്ങോട്ട് കിട്ടുകയല്ല. എന്തിനാ ഇവിടെ ഇങ്ങോട്ട് പോകുന്നേ? ആലപ്പുഴയിൽ നിന്ന് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങോട്ട് പോകുന്നത്? അതാ എൻ്റെ ചോദ്യം. എന്തിനാ ഇങ്ങോട്ട് പോകുന്നേ എന്നാ അത് മനസ്സിലാക്കും. പിണറായി വിജയൻ ബുദ്ധിമാനാണ്, മടയനൊന്നുമല്ല. അയാൾക്ക് എല്ലാ ചളുകളും ഉള്ള പോലെ തന്നെ ബുദ്ധിയുണ്ട്. അയാളുടെ ആഗ്രഹം ഉണ്ടായിനി, ഒറ്റ ആഗ്രഹമുള്ളൂ.
അയാളുടെ മകളെ കെട്ടിയ റിയാസിനെ മുഖ്യമന്ത്രിയാക്കണം. ഈ ഒറ്റ ആഗ്രഹമായിക്കുള്ളൂ. കാരണം ഈ റിയാസ് പറഞ്ഞ് നമുക്കറിയാം, അവിടെ മുനിസിപ്പാലിറ്റി നിന്ന് ദയനീയമായി തോറ്റു, നിയമസഭയിൽ നിന്ന് തോറ്റു, കോർപ്പറേഷനിൽ ലോക്സഭയിൽ നിന്ന് എല്ലാം തോറ്റു. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ വന്നപ്പോൾ എവിടെ കൊണ്ട് നിർത്തി ജയിപ്പിച്ചു കൊണ്ട് ബേപ്പൂരിൽ നിർത്തി ജയിപ്പിച്ച് മന്ത്രിയാക്കിയിരിക്കുക. അയാൾ ചുമ്മാ ആക്കിയിരിക്കുകയല്ല. പിണറായി വിജയനും മുസ്ലിം ആയിക്കൊണ്ടിരിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ മുസ്ലിം ആയിക്കൊണ്ടിരിക്കുക. ഇവിടുത്തെ ഭീകര മുസ്ലിം സംഘടനകൾ മുഴുവൻ പിണറായിയുടെ കൊടുത്തതാണ്. അങ്ങനെ നയിക്കുന്ന ഇപ്പം ഈ ഭീകര മുസ്ലിം സംഘടനകളാണ്. നല്ല മുസ്ലിങ്ങളും ഇന്ത്യ രാജ്യത്തെ സ്നേഹിക്കുന്ന മുസ്ലിങ്ങളും ഒന്നും ആ കൊടുത്തില്ല. പക്ഷേ ഈ ഭീകര സംഘടനയെല്ലാം ഈ റിയാസുമായിട്ട് നല്ല ബന്ധമാണ്. അതുകൊണ്ട് അയാളെ പിടിച്ചാക്കുക എന്ന പിണറായിയുടെ ഉദ്ദേശം. അതിന് പിന്നെ എന്താ പുള്ളി ചെയ്യുന്നത്? ഐസക്ക് ഇപ്പം പിണറായി വിജയൻ മാറിയാൽ കേരളത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഈ കേന്ദ്ര കമ്മിറ്റിയുള്ള ഐസക്ക് സീനിയോറിറ്റി വെച്ച് അയാളെ വേണേൽ പരിഗണിക്കാം. എന്നാൽ അവനിട്ടൊരു പണി ഇരുന്നോട്ടെ, അതിനകത്തോട് ഈ പത്രത്തിൽ കൊണ്ടിട്ട് അവൻ തീർന്നോളൂ. പത്രത്തിൽ അവനെ തീർക്കും. അത് നമ്മുടെ വേറെ രാധാകൃഷ്ണൻ, നമ്മുടെ മന്ത്രി രാധാകൃഷ്ണൻ SC വിഭാഗത്തിൽപ്പെട്ട ആളാണ്. പക്ഷേ പിണറായി പോയാൽ അടുത്ത രാധാകൃഷ്ണൻ ലോകം മുഴുവൻ 5 പൈസക്ക് സത്യസന്ധനായ മനുഷ്യനല്ലേ അയാളെ മന്ത്രി. കേരളം കണ്ടിട്ട് സ്പീക്കർ മാത്രം ഇത്ര നല്ലവനായ ഒരു മന്ത്രിയുണ്ടോ? അങ്ങനെ കൊണ്ട് പാർലമെൻറ്റ് നിർത്തിക്കുക. ജയിച്ച ആൾ പൊക്കോളൂല്ലോ, പിന്നെ ഇങ്ങോട്ട് പോരുകയല്ലോ. തോറ്റാ തീർന്നും പൊക്കോളും. പിന്നെയാണ് ശൈലജ ടീച്ചർ. പിന്നെ ഏറ്റവും കൂടുതൽ വോട്ട് കേരളത്തിൽ മേടിച്ച് ജയിച്ച ആളാണ് ടീച്ചർ. 61,000 വോട്ട്. 61,000 അവർക്കിട്ടും കൊടുത്തു പണി. അവരെയും പാർലമെൻറ്റിലേക്ക് തോറ്റാലും പക്ഷേ ജയിച്ചാലും അങ്ങനത്തെ ആളിനി കൊള്ളില്ല. ജയിച്ചാൽ അവിടെ ഡൽഹിക്ക് ഇങ്ങോട്ട് പോരുക. അപ്പം മരുമാൻ സുഖം. മനസ്സിലായില്ലേ? പിണറായി വിജയൻ ഇപ്പം മുണ്ട് കൊടുത്തു നേരെ നടുക്ക് അവിടെ ശ്രദ്ധിച്ചായിരുന്നു. അങ്ങോട്ടും അല്ല ഇങ്ങോട്ടും അല്ല, ആ ഇടത്തു വല വലത്തു വലന്ന്. പക്ഷേ അത് വലത്തിരുന്ന് ഇടത്തോട്ട് പോയി നടുക്കായി. ഈ ഇത് കഴിയുമ്പം പുള്ളി മിക്കവാറും ഇടത്ത് ഇങ്ങോട്ട് മാറും. ഈ പിണറായി വിജയൻ ഇങ്ങനെയായിപ്പോയത് എങ്ങനെയാണ്? എനിക്കൊരു അത്ഭുതം. എനിക്ക് തോന്നി ഈ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായ ഒരു അയാൾ കമ്മ്യൂണിസ്റ്റ് അല്ല, അയാൾ ഒരു മുസ്ലിമാണ്. നിങ്ങൾ മുസ്ലിം, അത് തെറ്റില്ല, നീ മുസ്ലിം ആയിക്കോട്ടെ. അയാൾ എന്തിനാ ഈ ഒളിച്ചു കളിക്കുന്നത്? അയാൾ മാന്യമായിട്ട് പൊന്നാനി ചെന്ന് സുന്നത്തി ഇടുന്നത് എന്നാ? സുന്നത്തി അയാളൊരു മുസ്ലിമാണ്, എന്നാ തെറ്റ്? അയാളുടെ സ്വാതന്ത്ര്യമാണ്. അയാൾ സ്വാതന്ത്ര്യം ആരെ തടയാൻ കഴിയും? അയാളെ മകളെ ഏതായാലും മുസ്ലിമായി, അങ്ങേര് കൂടെ ആകാൻ പാടില്ല. എന്തിനു വെച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങേര് വേഗം മുസ്ലിം ആകണമെന്ന് എൻ്റെ അഭിപ്രായം. അത് തന്നെ ഇച്ചിരൂടെ സ്നേഹം കിട്ടുകയും ചെയ്യും. ദേശീയ മുസ്ലിങ്ങളും മുസ്ലിമിനോട് സ്നേഹം കാണിക്കുമല്ലോ. അയാൾ അങ്ങനെ മുസ്ലിം ആകണമെന്ന് എൻ്റെ അഭിപ്രായം. അതായത് ഞാൻ പറയുന്നത്, പിണറായി വിജയൻ എല്ലാ തരത്തിലും അഴിമതിക്കാരനും കൊള്ളക്കാരനും തട്ടിപ്പുകാരനും എല്ലാവരും സംബന്ധിച്ചു ഇനി ബാക്കിയൊന്നുമില്ല, എല്ലാവരും ഇപ്പം അംഗീകരിച്ചു കഴിഞ്ഞു. ഇത് എന്തിനാണ് പിണറായി വിജയൻ ഇങ്ങനെ ആവാൻ കാരണം? എന്താണ് താങ്കളായിട്ട് അടുത്തൊരു ബന്ധമായിരുന്നു? മക്കൾ പ്രേമം. പിന്നെ ഈ കാണാത്തവൻ കാണുമ്പം മനസ്സിലായി. അമേദ്യം കണ്ടിട്ടില്ലാത്ത അമേദ്യം കാണുമ്പോൾ അമേദ്യം കൊണ്ടൊരു ആറാട്ടം എന്ന് തന്നെ സംഭവം. ഇത് ഞാൻ വെറും 2 അതറിയത്തില്ല. ഈ പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന കാലത്ത് അവിടെ വീടിനടുത്തൊരു കലിങ്ക കുത്തിയിരിക്കുക. എന്തിനാണെന്നറിയാം? നമ്മുടെ ഒരു സാഹിത്യകാരൻ മരിച്ചുപോയി. ആ വലിയ മനുഷ്യൻ വരാൻ നോക്കിയിരിക്കുക. അങ്ങനെ പോക്കറ്റിൽ അന്ന് 2 എടുത്ത് വലിയ കാര്യം. ആ 2 കൊടുക്കും. ഇതും കൊണ്ടൊരു ഒറ്റ ഓട്ടോ ഉണ്ടായി ഞാൻ പള്ളിക്കൂടത്തോട്ട്. അത് അന്നത്തെ കഞ്ഞിക്കുടിയും എല്ലാം അതുകൊണ്ടാണ്. പിറ്റേ ദിവസം രാവിലെ വീട്ടിൽ നിന്നൊന്നും ഇല്ലല്ലോ, ചാടി പുസ്തകമായിട്ട് ആകെ ഒരു പുസ്തകമായിട്ട് വന്ന് ഈ കാർന്നൊരു വരെ സാഹിത്യം ആ 2 മേടിച്ചുകൊണ്ട് കൊടുക്കും. അങ്ങനെ ജീവിച്ച പിണറായി വിജയൻ നമ്മുടെ ഈ ഇലക്ട്രിസിറ്റി മന്ത്രിയായി. ഏറ്റവും നല്ല മന്ത്രിയായിരുന്നു. ഇന്നും ഞാൻ പറഞ്ഞു, ഇത്ര നല്ല ഇലക്ട്രിസിറ്റി മന്ത്രി കേരളത്തിലുണ്ടായിട്ടില്ല. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം അതിലേക്ക് വരാം. വളരെ മാന്യനായിരുന്നു. ഒരു പൈസയുടെ അഴിമതിയില്ലാതെ സത്യസന്ധമായി. അന്ന് പിണറായി വിജയൻ്റെ കഴിവ് കൊണ്ടാണ് 1767 മെഗാവാട്ട് വൈദ്യുതി കേരളത്തിൽ ഉത്പാദിപ്പിച്ചു. ഇടുക്കി 10 കൊല്ലം കമ്മീഷൻ ചെയ്ത പിണറായി വിജയൻ തൻ്റെ ഇടമല്ലേ. ആ പിണറായി വിജയൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല ലെവലിംഗ് കേസിൽ കൊടുക്കുക കാശ്. ആദ്യം ഒരു 11 കോടി രൂപയാണ്. ഇത്ര രൂപ കണ്ടപ്പോഴത്തേക്ക് പിണറായി ബോധം കിട്ടുപോയി. അല്ല, 2 കോടി റുപ്യ ആദ്യം കൊടുത്തിട്ടുണ്ട്. അതായത് കണ്ണൂരിൽ പോയി 2 കോടി റുപ്യ ആദ്യം കൊടുത്തു. അത് സംഭാവന, മറ്റത് കൈക്കൂലി. മനസ്സിലായില്ലേ? ഇതെല്ലാം വന്നപ്പോഴത്തേന് പിണറായി പിന്നെ കാശിൻ്റെ പുളപ്പായി. അങ്ങനെ ദുരാഗ്രഹം ജനിച്ചു. അതൊന്ന് ആലോചിച്ച് എന്തൊരു മോശം. അങ്ങനെ സ്വർണ്ണക്കള്ളക്കടത്ത് എത്ര ക്ലിയർ കേസാവും. അതായത് സുബ്രാജ് സുരേഷ് അവിടെ ഇരിക്കുന്നത് കോൺസുലേറ്റിൽ. പിണറായി വിജയൻ ഇവിടുന്ന് UAE പോയി. മുഖ്യമന്ത്രി വിളിച്ച് പറയുകയാണ്, എൻ്റെ ഒരു ബാഗേജ് ഞാൻ കൊണ്ടുവരാൻ മറന്നുപോയി, അത് ഉടനെ എത്തിക്കണം. ശിവശങ്കർ വഴി വിളിച്ച് പറയും എത്തിക്കണം. എങ്ങനെ എത്തിക്കണം? നയതന്ത്ര ബാഗേജ്. ഇവരന്നേരം ശരി സാർ എന്ന് പറഞ്ഞു.
ശിവശങ്കരൻ ആ സാധനം കൊണ്ടുവന്നത്. പക്ഷേ അവിടെ ഒരു ശരത്ത അവിടുത്തെ PR എല്ലാം സ്കാൻ ചെയ്യും. അങ്ങനെ സ്കാൻ ചെയ്ത് മുഴുവൻ $. ഇവരെ ഒന്നും മിണ്ടിയില്ല, കൊടുത്തു വിട്ടു, അവിടെ എത്തിച്ചു കൊടുത്തു. കഴിഞ്ഞ് പിന്നെ വരുന്ന പടപടാന്ന് ഈ ബഗേജ് വരിക, അന്താരാഷ്ട്ര ചാനലിലൂടെ നോക്കി മുഴുവൻ സ്കാൻ ചെയ്ത് മുഴുവൻ സ്വർണ്ണമാണ്. 29 ഞാൻ എണ്ണി, പക്ഷേ 22 ഉള്ളെന്നാണ് ശരത്ത് പറയുന്നത്, എനിക്കറിയില്ല. എന്നാൽ അത്രയും സ്വർണം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അതെ, 29 തവണ നയതന്ത്ര പാക്കേജ് മാത്രമല്ല ബിരിയാണി ചെമ്പിലൂടെയും വന്നു. ബിരിയാണി ചെമ്പിൻ്റെ പ്രശ്നം അതാ. ഞാൻ ചോദിക്കുന്നു, ഇതുപോലൊരു കൊള്ളക്കാരനായിട്ട് എങ്ങനെ മാറി? മാത്രമല്ല ഖുറാൻ്റെ ചട്ട, പിന്നെ ഈന്തപ്പഴത്തിൻ്റെ കുരു KT ജലീൽ കൊണ്ടുവന്നത്. ജലീലിനകത്ത് ഏറ്റവും വലിയ കളല്ലേ, ഭയങ്കര. അത് പിണറായിയുടെ അടുത്ത് കൂടി നിൽക്കുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ ജലീൽ വലിയ സാമ്പത്തികം തകർന്ന ഒരു വെറും ആർമി വാദിയായിരുന്നു. ഇപ്പോൾ പതിയെ അക്കറൊക്കെ ഉണ്ടായപ്പോൾ പുള്ളിയൊക്കെ രക്ഷപ്പെട്ടെ. ഇല്ലാത്തവണ് ഉണ്ടാക്കട്ടെന്ന് ഞാൻ പറയുന്നത്. ഉണ്ടാക്കിക്കോട്ടെ. ഈ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെയും ഉണ്ടാക്കണം. അതാണ് എനിക്ക് അരിശം. ഇപ്പം താങ്കളെ അറസ്റ്റ് ചെയ്തത് നല്ലതായിട്ടാണോ അല്ലെങ്കിൽ മോശമായിട്ടാണോ താങ്കളിപ്പം കരുതുന്നത്? പിണറായി എൻ്റെ അവസാന കാലത്ത് തോന്നിയ അബദ്ധ ബുദ്ധിയാണ്. അല്ലേ, എന്നെ പിടിക്കണ്ടു വല്ല കാര്യമുണ്ടോ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. വിനാശകാല വിപരീത പിടിക്കാൻ വന്നത് PC ജോർജിനെ. എന്നെ പിടിക്കാമോ? എനിക്ക് പിടിച്ചാൽ ഞാൻ ചിരിക്കുള്ളൂ അയാൾ മനസ്സിലാക്കേണ്ടത്. എനിക്കിതുപോലെ അയാൾ പേടിച്ച് കാണും. ഇടികിട്ടി പോലീസിന് ഇടികിട്ടി ഒത്തിരി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അയാൾക്ക് പേടി കാണും. എനിക്കങ്ങനെ പോലീസിനെ കോപ്പ് കുന്തമൊന്നും പേടിയൊന്നുമില്ല. അമ്മമാരെ തിന്നാൻ പറ്റുള്ളൂ. മനുഷ്യനല്ലേ അത്. നമ്മൾ കള്ളത്തരം ചെയ്തിട്ടില്ല, ഞാനൊരു തെറ്റും ചെയ്തില്ല. പിന്നെ ഞാൻ എന്തിനാ പോലീസിനെ പഠിക്കുന്നു? രസമല്ല. നമ്മുടെ തൃക്കാക്കര ഇലക്ഷൻ നടക്കുക. അന്ന് തൃക്കാക്കര അവിടുത്തെ ഐസിംഗ് കമ്മീഷൻ നോട്ടീസ്, മാന്യമായിട്ടൊരു നോട്ടീസ് വന്നതാണ്. താങ്കളെ കണ്ട് ചോദ്യം ചെയ്യാൻ അറസ്റ്റ് വരാൻ സാധ്യതയുണ്ടെന്ന് പോലീസുകാർ പറഞ്ഞു കേട്ടോ. അവിടെ കായലാണ്. ഞാൻ നേരെ പോയി അമ്മരെ ഓർത്ത് ഞാൻ ഉടനെ കോടതിയിലോട്ട് പോകുന്നു. എനിക്കെന്നെ വാട്ടുണ്ടോ? ഞാൻ നേരെ ഒന്ന് കോടതി അല്ല പോലീസ് കമ്മീഷണർ ഹാജരായി. ഞാൻ ചോദിച്ചു എന്താ? പുള്ളി ഒരു 10-100 ചോദ്യം എല്ലാത്തിനും ഉത്തരം കൊടുത്തു. അപ്പോഴത്തേക്കിന് ആയിരക്കണക്കിന് ജനവും കൂടി. BJP പ്രവർത്തകർ കൂടി. BJP ഇലക്ഷൻ നടക്കല്ലേ. RSSകാരാണ് കൂടിയത് കൂടുതലും എന്നെ പ്രൊട്ടക്ഷനായിട്ട്. ഒരു 100 ചോദ്യം ചോദിച്ചു കാശിങ്ങനെ ഭയങ്കര വിഷമിച്ചിരുന്നു. ഞാൻ ചെന്നാൻ പറ്റി ഒരു കുറ്റവും കാണുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ കുറ്റം ചെയ്യാതെ കുറ്റം കാണുമെന്ന് ചോദിച്ചു. കുറ്റം ചെയ്യണ്ടേ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. ഏതായാലും ബോധ്യപ്പെട്ടു. പൊക്കോളാൻ പറഞ്ഞു. പൊക്കാൻ പറഞ്ഞപ്പോൾ ഇതേ തിരുവനന്തപുരത്ത് നിന്ന് പോലീസ് കൊണ്ടുപോകാൻ. ഞാൻ ചെന്നെ കൊണ്ടുപോകണം നിയമമാണ്. പോയേക്കാം. ഞാൻ പറഞ്ഞു ഒരു വിഷയം പോയേക്കാം, നമുക്ക് സംഭവമല്ലേ. അതായത് ആദ്യം തിരുവനന്തപുരത്ത് കൊണ്ടുപോയി, പിന്നെ കൊച്ചിയിൽ നിന്ന് കേസെടുത്തു, വീണ്ടും തിരുവനന്തപുരത്തേക്ക് പിടിച്ചുകൊണ്ടുപോയി. അതായത് ഒരാളെ ഉപദ്രവിക്കുന്നതിൻ്റെ മാക്സിമമാണ് ഉപദ്രവിച്ചത്. എൻ്റെ എന്താ പറയുക സഹിക്കാത്ത ഈ ഒരു 8-9 ജീപ്പ് മിന്നലും പുറകിലുണ്ട്. അത്രയും വെച്ച് തിരുവനന്തപുരത്ത് കൊണ്ട് 2.25 മണിക്കൂർ കൊണ്ട് എറണാകുളം തിരുവനന്തപുരത്തെത്തി. അതെന്നെ പോക്കാം. ആ പോലീസുകാരുടെ കഷ്ടപ്പാടാണ് ആലോചിക്കേണ്ടത്. അപ്പം ഞാൻ സങ്കടം എന്താ, ഞാനങ്ങോട്ട് ഞാൻ കാറേക്ക് കാണാനിരിക്കുക. എന്നെ തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞാൽ ജീപ്പ് 100 മൈൽ പോവുക. ഒരെണ്ണം നടുക്ക്, ഒരെണ്ണം അങ്ങോട്ട് ചെരിഞ്ഞ് ഇങ്ങോട്ട് ഇങ്ങനെ പോകുന്നത്. ഞാനിങ്ങനെ നോക്കിയിരിക്കുന്നത്. ഇന്നോവ കാർ തന്നെയാണല്ലോ. എനിക്ക് കൊല്ലത്തിനപ്പുറം വെച്ച് ഒരു ഒറ്റയിടി ഒരു ഭാഗത്താനിട്ട് തെറിച്ചങ്ങ് പോകുന്നുണ്ട്. ഞാൻ നിർത്താൻ പറഞ്ഞു. വഴി ഇടിച്ചിട്ട് പോകാൻ പറ്റുമെന്ന്. അവനെ ഫോണിൽ ബന്ധപ്പെട്ടപ്പം ഒരു കുഴപ്പമില്ല, ആശുപത്രിയിലാക്കി മരിക്കുകയായിരുന്നു. അപ്പോൾ കൊള്ളാൻ പറഞ്ഞു. ഞാനതിനെ മനുഷ്യത്തിലാണ് പോകാൻ പറ്റുമോ? അന്ന് കൊണ്ടുപോയി, എന്നതിന് കൊണ്ടുപോയി. പറയട്ടെ, എന്ത് കിട്ടി? ഇതിലൊക്കെ എനിക്ക് മനപ്രയാസമുണ്ടായ സംഭവം. ഞാനിങ്ങനെ തിരുവനന്തപുരത്ത് ചെല്ലാൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് ചെന്ന് തിരുവനന്തപുരത്ത് പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. ഇത് പറഞ്ഞ പോലെ ചോദ്യം ചെയ്തെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് കുറ്റമൊന്നുമില്ലെന്ന് കണ്ടുപിടുത്തി. എന്നാൽ പൊക്കോളാൻ പറഞ്ഞു. പോകാനായിട്ട് ഏറ്റപ്പം ഇത് പിന്നെ അസിസ്റ്റന്റ് കമ്മീഷൻ ഒരു വണ്ടി പോലീസ് പോയി. അന്ന് ആരാനെ ബലാത്സംഗം ചെയ്യുന്നത് ആരാന്ന് ബലാത്സംഗം കൊണ്ട് ശരിയായിട്ട് സംഘം ചെയ്യാൻ പറ്റുകയില്ല നമുക്ക്. അപ്പോഴാണ് ബലാത്സംഗം. ഞാൻ ചിരിച്ചു. ആരെയാന്ന് പേര് കേട്ടപ്പോൾ ഒന്നുകൂടെ ചിരിക്കുക. ആയിക്കോട്ടെ, പേര് പറയാൻ പാടില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ ആ കൊച്ചിനെ സ്നേഹിക്കുന്നൊരു മനുഷ്യൻ. ആ കൊച്ചിനെ പറ്റിയൊന്നും അതിനെ വൃത്തികേട് നിങ്ങൾ പറയരുത്. ആ കൊച്ചിന് മൊഴിയാന്നു. പിന്നെ ഞാൻ അന്വേഷിച്ച പിണറായി ബഹളം വെച്ച് പേടിപ്പിച്ച് മൊഴിയടിപ്പിച്ചതിനെ കൊണ്ട് പാവം. ഏതായാലും അത് കോടതി കൊണ്ട് കയറ്റി. ഒരു 7 മണിക്കാണ് കോടതി ചെല്ലുന്നത്. അപ്പോൾ ആ മജിസ്ട്രേറ്റെന്ന് ഇത്രയും സ്ട്രോങ് ഒരു മജിസ്ട്രേറ്റ്, പെണ്ണല്ലേ, സ്ത്രീ മജിസ്ട്രേറ്റും കൂടെ
എന്താ ഒരു 100 വക്കീലന്മാരും കൂടി. വക്കീലന്മാർ പറഞ്ഞു മിണ്ടാൻ സമ്മതിക്കില്ല, അവരുടെ സ്വഭാവമാണ്. സാധാരണ വീട്ടിൽ കൊണ്ട് ആരാക്കാൻ പറയാം, അവർ വേണ്ട കോടതി കൊണ്ടുവരാൻ പറയാം. അത് തന്നെ അവരുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത ഉണ്ടാവും. ഞാൻ എൻ്റെ പൊന്നു എന്താ പറയുക, അവിടെ കൂട്ടിക്കയറി നിൽക്കുക, വൃത്തിയായിട്ട് നിൽക്കുകയല്ലേ. വക്കീലന്മാരെല്ലാം പറഞ്ഞു കുഴപ്പമാണ്. അപ്പോൾ എൻ്റെ വക്കീലുണ്ട് അജിത് കുമാർ, ശാസ്ത്രമംഗലം അജിത് കുമാർ. അദ്ദേഹം പ്രഗത്ഭനായ വക്കീൽ, നല്ല വക്കീലാണ്. പുള്ളി എന്നെ പറഞ്ഞു, സാറേ ഒരു 6-7 ദിവസം കിടക്കാനുള്ള മാനസികയിലൂടെ നിന്നോളാം. ഞാൻ ഇതൊക്കെ നമുക്ക് വരട്ട വയസ്സിലായിട്ട് എന്ന് പറഞ്ഞു, ചിരിച്ചു. എൻ്റെ എന്താ പറയുക കേട്ടോ. അവർ ബെഞ്ച വന്നു, ഇങ്ങനെ നേരം നോക്കിയവർ റിമാൻഡ് എഴുതുക. അപ്പോൾ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ സോറി, അവരതിൻ്റെ സോറി പറഞ്ഞു. എന്നാ അറിയാം, എന്നോട് ചോദിക്കേണ്ടേ പോലീസ് പിടിച്ചോണ്ടെന്ന് വല്ലതും പറ്റുമെന്ന് ചോദിക്കാൻ അവർ റിമാൻഡ് തുടങ്ങി. അതെനിക്ക് ദൈവം അനുഗ്രഹിച്ചു. അവർക്കൊരു ഓർമ്മക്കുറവുണ്ടായതാണ്. സോറി നിങ്ങളെ പോലീസ് ഹരാസ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടായോ, അത് ചോദിക്കണമെന്ന് നിയമമാണ്, അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു പോലീസ് ഹരാസ്മെൻറ്റ് ഉണ്ടായില്ലെന്ന് മാത്രമല്ല, വളരെ ഞാൻ കൈ സ്നേഹപൂരിത വളരെ മാന്യമായി ഒരു വ്യക്തിക്ക് എടുക്കാവുന്ന എല്ലാ മാന്യതയും നൽകിക്കൊണ്ടാണ് പോലീസ് എന്നോട് പെരുമാറുന്നത്. എനിക്ക് ഒരു പരാതിയില്ല. ഓക്കെ ഞാൻ ലാല ഒരു വാക്കൂടെ അവർക്ക് ഒരു വാക്ക് എന്താണ് ഞാനിങ്ങനെ നടക്കുന്ന ഒരു പൊതുപ്രവർത്തനാണ്, അറിയാമല്ലോ കോടതിക്ക്. ഞാനിതൊന്നും ചെയ്തില്ല, എന്നെ ദൈവത്തോർത്ത് അപമാനിക്കരുത്. ഞാൻ എപ്പം പാതിരായ്ക്ക് കോടതിയിൽ നിന്ന് ഹാജരാകുമ്പോൾ ഞാൻ വന്ന് ഹാജരായിക്കോളാം. എനിക്ക് ജാമ്യം തന്നെ വീട്ടിൽ പറഞ്ഞു കൊടുക്കണം, ഒരാഗ്രഹമാണ്, എൻ്റെ ആവശ്യമാണ് എന്ന്. പിന്നെ അവരൊന്ന് ചിരിച്ചു, ഒരു ചെറിയ സ്മോണം വന്നു, ചെറിയ ചിരി വന്നു. അപ്പം നമ്മുടെ ശാസ്ത്രമംഗലം ഏറ്റവും ഒരു 1/2 മണിക്കൂർ അങ്ങനെ കലക്കി ചരിത്രം മുഴുവൻ പറഞ്ഞു. അല്ല അതെ പേര് പറയില്ല, അവരുടെ പേര് പറയാൻ പാടില്ലല്ലോ. ഏതായാലും ഉടനെ അവർ ജഡ്ജ്മെൻറ്റ് പെൻഡിങ് എന്ന് പറഞ്ഞാൽ ഓർഡർ പെൻഡിങ് താഴോട്ടിറങ്ങിപ്പോയി. ഇതിനകത്തോട്ട് 1 മണിക്കൂർ കഴിഞ്ഞാൽ കയറി വന്ന് വിധി പറഞ്ഞത്. ഞാൻ അന്വേഷിച്ചപ്പോൾ ഹൈക്കോടതി അവിടെ സീനിയേഴ്സുള്ള ഹൈക്കോടതി ജഡ്ജസ്, സെഷൻ ജഡ്ജസ്, അങ്ങനെ പലരും അവരെ ബഹുമാനിക്കുന്നവരുണ്ടല്ലോ, അവരോടൊക്കെ വിളിച്ച് അവർ ചോദിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ 354 അല്ല 354 അല്ലേ ഇട്ടിരിക്കുന്നത്. 376 ജാമ്യം കൊടുക്കാൻ പറ്റില്ല. മജിസ്ട്രേറ്റ് എങ്ങനെ ജാമ്യം കൊടുക്കാൻ പറ്റും? അവർ കമ്മിറ്റ് ചെയ്യാനല്ലേ പറ്റൂ. അതുകൊണ്ട് അവരെല്ലാം ചോദിച്ചു ജാമ്യം അവർ തീരുമാനിച്ചു. അവിടെ ഭയങ്കര തൻ്റെ ഒരു ബഹുമാനിക്കേണ്ട സ്ത്രീയാണ്. അയച്ച് സുന്ദരൻ ജഡ്ജ്മെൻ്റ് എഴുതി. എന്നിട്ട് വന്നില്ല. വരുന്നതിന് മുമ്പ് വക്കീലിനെ വിളിച്ചു, ശാസ്ത്രമംഗലത്തെ. അപ്പോൾ എനിക്ക് ധൈര്യമായി വിടാനാണ്. അത് കഴിഞ്ഞ് ശാസ്ത്രങ്ങൾ വെച്ചാൽ എന്നോട് കയറിച്ചല്ല, അപ്പം ഞാൻ കയറിച്ചു. അപ്പം വേറെ കേസൊന്നും ഉണ്ടാക്കാതെ പോകുമോ അതോ ഞാൻ അടി വെക്കുന്നൊക്കെ എനിക്കാൻ പോയി. ഞാൻ ബഹുമാൻ്റെ കോടതി ഞാനതൊന്നും ചെയ്യില്ല, എനിക്ക് വീട്ടിൽ പോയാൽ മാത്രം മതി. യെസ് പൊയ്ക്കോളൂ, ഉടൻ തരാമെന്ന്. പിന്നെ ജഡ്ജി പറഞ്ഞ് ജാമ്യം തെളിയിച്ചിരിക്കുന്നു. ഞാൻ ഇങ്ങനെ പോരുകയും ചെയ്തു. താങ്കളെ നിരന്തരമായി വേട്ടയാടി താങ്കളെ എല്ലാ തരത്തിലും ഉപദ്രവിച്ച് ജയിലിലടപ്പിക്കാൻ ശ്രമിച്ച പിണറായി വിജയൻ ഇപ്പോൾ എരന്ന് വാങ്ങിയ പോലെ തിരിച്ചടി കിട്ടിയിരിക്കുന്നു. അതായത് താങ്കളുടെ മകൻ കൊടുത്ത ആ കേസ് വളരെ സ്ട്രോങ് ആണ്. താങ്കളുടെ മകൻ തന്നെയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. തെളിയിക്കണം. പക്ഷേ ഒരു കാര്യമാണ്, ഇന്ന് നന്ദി പറഞ്ഞു, ആ കേസിൻ്റെ ഒരു കാര്യത്തിലും ദൈവം സാക്ഷി എൻ്റെ മകനെ ഞാൻ സഹായിച്ചിട്ടില്ല. സമ്മതിച്ചു. താങ്കളുടെ മകൻ എന്ന് പറയുന്ന ഞാൻ പത്രം വായിച്ചറിയില്ല, ഞാൻ അവിടെ ചോദിക്കല. പത്രം വായിച്ചോണ്ട് ഞാൻ അന്നേരം ഞാൻ അവനെ വിളിക്കണം, ഇത് തന്നെയാടാ. അപ്പോൾ അവനിങ്ങോട്ട് പറയാം. അല്ലാതെ ഞാൻ ഒന്നും അന്വേഷിക്കാനേ പോയില്ല. പക്ഷേ അതിൽ പിണറായി വീണുപോയി, മകളും വീണു, ജയിലിൽ പോയി. അത് എനിക്കൊരു സങ്കടമുണ്ട്. പിണറായിയുടെ അന്ത്യം പൂജപ്പര സെൻട്രയിലാവും എന്നുള്ള എൻ്റെ ഒരു തോന്നൽ സങ്കടകരമാണ്. അതാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മകൻ അപ്പന് വേണ്ടി പോരാട്ടത്തിനിറങ്ങി. കാരണം അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ്, അമ്മയുടെ മുന്നിൽ വെച്ചിട്ടാണ് പിതാവിനെ, ഒരു തെറ്റിയാത്ത പിതാവിനെ പിടിച്ചോണ്ട് പോയി. അപ്പം അപ്പൻ്റെ രക്തത്തിൽ ജനിച്ച മകന് തീർച്ചയായും തിരിച്ചടി കൊടുത്തേ പറ്റൂ. ആ തിരിച്ചടി ഇപ്പോൾ എവിടെ എത്തിയിരിക്കുകയാണ്? ഇപ്പോൾ ഞാൻ മനസ്സിലാക്കി, എനിക്ക് വേണ്ടി പൂർണ്ണമായിട്ട് അവരോട് തന്നെ ചോദിച്ചോളുക. ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ കേരള ഹൈക്കോടതി ജഡ്ജി വളരെ സ്ട്രോങ് സ്റ്റാൻഡായി. ഇത് വീണയുടെ പേരിലും പിണറായിയുടെ പേരിലും കേസുണ്ടെന്നുള്ള നിലയിലേക്ക് വന്നു. അതുപോലെ തന്നെ SFIOക്ക് അന്വേഷണത്തിന് ഉത്തരവ് കൊടുക്കും. അത് കേരള ഹൈക്കോടതി പറഞ്ഞു
അടുത്ത അവധിക്ക് SFIOയ്ക്ക് ഓർഡർ ഇട്ട് വരണം, ഇല്ലെങ്കിൽ ഞാൻ ഓർഡർ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു ദേവൻ രാമചന്ദ്രൻ ജസ്റ്റിസ്. അത് കഴിഞ്ഞ് ഈ കേരളത്തിൽ രക്ഷയില്ലെന്ന് വിചാരിച്ചവരെ കർണാടകത്തിൽ പോയി വീണ. ഇതിപ്പോൾ ഒരു ഇടിവരെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞു. കൊടുത്തു. ജഡ്ജിയുടെ ജഡ്ജിമെൻറ്റോട് ഇവർ തീർന്നു പോയി. ഇവർ ഒരുമാതിരി മര്യാദ ബോധം ഉണ്ടായിരിക്കണം. SFIയോട് അന്വേഷണം ഒരിക്കലും സ്റ്റേ ചെയ്യാൻ പാടില്ലെന്ന് ഹൈക്കോടതി സുപ്രീം കോടതി 5 വിധിയുണ്ട്. ഞാനിത് കണ്ടപ്പോഴാണ് പറഞ്ഞു, ഷോറോട് ഞാൻ പറഞ്ഞു കൊടുത്തത് 5 വിധി സുപ്രീം കോടതി ഉണ്ട് പാടില്ലെന്ന്. പിന്നെ എങ്ങനെ ഇവർ ഈ കർണാടകത്തിൽ പോയെന്ന് മേടിക്കാൻ പോയെന്ന് നേരെ അപ്പം മേടിക്കണ്ട, അവർ മേടിച്ചുകൊണ്ട് വരും പറഞ്ഞ പോലെ മേടിച്ചു. ഇപ്പോൾ വീണ്ടും കേരള ഹൈക്കോടതി വന്നേക്ക് ഇനി അവധിക്ക് വരിക, ജയിലിൽ പോകില്ല, മാർഗമില്ല, രക്ഷയില്ല, എന്ത് കാണിച്ചാലും ജയിലിൽ. അതായത് ഒരു കേസല്ലല്ലോ സ്വർണ്ണക്കള്ളക്കടത്ത്, അല്ല സ്വർണ്ണക്കടത്ത് കേസ് പറയാം. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഇനി വരും ഉടനെ. അതുപോലെ തന്നെ നമ്മുടെ ലവ്ലിംഗ് കേസ് വരും, ഉടനെ വരും. പിന്നെ ഈ SFI അന്വേഷിക്കുന്ന ഈ കേസ് വരും. അതുകൊണ്ട് തീർന്നില്ല, വേറെ ലൈഫ് മിഷൻ പദ്ധതി കേസ്, വേറെ ഇപ്പോൾ ഏതാന്ന് ഞാൻ പറയുന്നത് ഒരു 3 കേസ് കൂടെ ഉണ്ട് ഇരിപ്പുണ്ട്. അതുകൂടെ ഒരു പിണറായി കാണുകയാണ്. ഇപ്പോൾ കിറ്റക് സാബ് ഒരു ആറ്റം ബോംബ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കിറ്റക് സാബ് പറയട്ടെ, ഞാനതിൽ ഇടപെടുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് വരുന്ന മാത്യു കുഴൽനാടൻ വേറെ വഴിക്ക് വരുന്നുണ്ട്. ഈ കുഴൽനാടൻ്റെ എനിക്ക് കുഴൽനാടൻ എന്തൊരു ഒരു 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 ഉളത്തരമാണ് കാണിക്കും. ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കുന്നത് വിജിലൻസ് അന്വേഷിക്കണം. പിണറായിയുടെ പോലീസല്ലേ വിജിലൻസ്, അത് അന്വേഷിക്കണം. കോടതി നിരീക്ഷണത്തിൽ വരികയാണെങ്കിൽ അല്ല, ഞാൻ ചെയ്യട്ടെ, SFIO അന്വേഷിക്കുന്നതിന് അപ്പുറത്താണ് വിജിലൻസ്. ഇങ്ങനെ മണ്ടത്തരം പറയാം. അയാൾ കോടതിയിൽ പോയപ്പം SFIO അന്വേഷിക്കണമെന്നോ അല്ലെങ്കിൽ മറ്റേ NIA അന്വേഷിക്കണമെന്നോ എന്ന് മനസ്സിലാവും. ഇതെന്ത് വിജിലൻസ് അന്വേഷിക്കണമെന്ന് ഏത് വിജിലൻസ് അന്വേഷിക്കാൻ? പിണറായി വിജയൻ്റെ താഴെക്കിട ഉദ്യോഗസ്ഥ അന്വേഷിച്ച കാര്യമുണ്ട്. അത് കുഴൽനാടിനെ പറ്റിയ അബദ്ധമാണ് എൻ്റെ കാഴ്ചപ്പാട്. ഇപ്പം ഈ എല്ലാ വിധത്തിലും പിണറായി വിജയൻ ഇങ്ങനെ പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അല്ലാതെ ഒരു നടപടി എന്തെങ്കിലും ഉണ്ടാവുന്നില്ലല്ലോ. ഉണ്ടാവും, നടപടി ഉണ്ടാവും. ലാവ്ലിംഗ് കേസ് 6 കൊല്ലം കഴിഞ്ഞു. അതായിക്കോട്ടെ, ഈ പണം കുറേയേറെ ശക്തിയുള്ളതല്ലേ. പണത്തിന് പേരെ പരുന്ത് പോലും പറക്കാനെന്നാവുന്നത്. അത് കേരളത്തിൽ ആദ്യമായിട്ട് പിണറായി വിജയനെതിരെ പോരാട്ടം തുടങ്ങിയത് ഞാനാണ്. എനിക്കറിയാം. അപ്പോൾ അതിൻ്റെ ശിക്ഷ കിട്ടിയില്ലേ? ഇല്ല, ആദ്യമായിട്ട് ഈ ലാവ്ലിംഗ് കേസാണല്ലോ ഞാൻ തുടങ്ങിയത്. എന്ത് വേണ്ടി നന്ദകുമാരൻ ആഫീസ് പഠിച്ച് പറിച്ച് അതിന് 1-ാം പ്രതി ഈ വൃത്തികെട്ട വെള്ളം എന്നെ മന്ത്രി റിയാസ്, അങ്ങനല്ലേ പിണറായിയുടെ മകളും ഇതിനോട് ബന്ധമായി. അതെ, റിയാസ് ഓഫീസിൽ നിന്ന് കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനീൻ്റെ ഏകയും എല്ലാം കടത്തിക്കൊണ്ടുപോയി. അതിനുശേഷം അങ്ങാണല്ലോ എനിക്ക് എത്തിച്ചു തരുന്നത്. സാധനം തിരിച്ചു തന്നായിരുന്നല്ലോ. അതെ, എനിക്കത് അന്ന് കോടതിയിൽ അങ്ങനെയാണല്ലോ CBI എൻക്വയറി കൊടുക്കുന്നത്. അപ്പം അങ്ങയെക്കുറിച്ച് വ്യാപകമായ രൂപത്തിൽ ഈ തോമസ് ഐസക്ക് വലിയ തോതിൽ പ്രചാരണം നടന്നു. താങ്കൾ 8 നിലയിൽ പൊട്ടും. അതൊക്കെ സ്ഥാനാർത്ഥി അതല്ലേ പറയണ്ടേ? അയാൾ അത് പറയണം. അയാൾ പറഞ്ഞ സ്ഥാനാർത്ഥിയാണോ? 8 നിലയല്ല പൊട്ടി, 8 നിലയിൽ മാത്രമല്ല 16 നില ഐസക്ക് പൊട്ടും. അവൻ എവിടെ നോട്ട് കിട്ടാനെന്ന്? ഞാൻ വലിയ കമ്പനി അറിയത്തില്ലേ? അവൻ ധനകാര്യമന്ത്രിയായി, ഞാൻ ഈ മന്ത്രിസ്ഥാനിക്ക് പോയില്ല. കുറേ അനുഭവം. അല്ല, തേവരപ്പോളെ ഞാൻ ഇവർ ഒന്നിച്ച് പഠിച്ചത് അറിയത്തില്ല. എൻ്റെ ജൂണിയർ ഞാൻ ഞാൻ ചേട്ടനാ. പിന്നെ ഇവൻ കേശുവാ, അതറിയാമോ? പിന്നെ SFIയിലേക്ക് പോയതാണ്. അവിടുന്ന് തേവരെന്ന് ഇവൻ മഹാരാജ് പോയി പഠിക്കാൻ, പ്രീ ഡിഗ്രി കഴിഞ്ഞ്. മഹാരാജ് ചെന്നപ്പോൾ കോസ്മോപൊളിറ്റൻ ഈ ലോഡ്ജ് ഹോസ്റ്റലിൽ അവൻ താമസം, കാശ് കൊടുക്കുക, പാവം കാശിലായിട്ടാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പം കാശ് കൊടുക്കണ്ടല്ലോ, എല്ലാവരും കയറി കിടക്കല്ലേ. അങ്ങനെ കിടന്നപ്പോൾ SFIക്കാർ മുഴുവൻ അവനും SFI, അങ്ങനെ SFI ആയതാണ്. അതായത് അദ്ദേഹം ആ കാലഘട്ടത്തിൽ, അതായത് മന്ത്രിയായിരിക്കുന്ന സ്ഥലത്ത് ധനകാര്യ വകുപ്പായിരുന്നത്. അന്ന് സീമയുമായിട്ടുള്ള വലിയ ഇഷ്യൂസ് ഞാനത് ഈ ഒരു സ്ഥാനാർത്ഥി ആകുമ്പോൾ ഞാനത് പറയുന്നത് അത് വലിയ അത് പറഞ്ഞ ആരാ? VS പിന്നോട് എന്തിനോട് പറയുന്നത്? VS പറഞ്ഞ VSൻ്റെ പ്രസംഗമുണ്ട്, അതെടുത്തിട്ടാ ഈയിടെ ശാലി വന്നിട്ടുണ്ടത്. മാത്രമല്ല AK നായനാരാണ് അന്ന് ഈ കാര്യം എടുത്തിട്ടത്. അതായത് EMSൻ്റെ മകൻ മരിച്ചപ്പോൾ അവിടെ തോമസ് ഐസക്കിനെ രാത്രി അയാളുടെ റൂമിൽ കാണാനില്ല. അവസാനം അന്വേഷിച്ച് പോയപ്പോൾ അവസാനം ആരോ പറഞ്ഞു കൊടുത്തു, സീമേൻ്റെ TN സീമേൻ്റെ അല്ല, എവിടെയാണെന്ന് അന്വേഷിച്ചപ്പം നയനാർ പറഞ്ഞത് അവിടെ പോയി നോക്കിയാൽ കാണുമെന്ന്. അങ്ങനെ അതറിയാൻ തെറ്റുപറ്റി. ഐസക്കിന് എല്ലാവരും അന്വേഷണം തുടങ്ങി. അപ്പം നയനാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ നയനാർ അയാൾ ഓനവിടെ ഉണ്ടെന്ന് അവിടെ ചെന്ന് നോക്കാൻ പറഞ്ഞു. അതാ അങ്ങനെയാണ് TN സീമേൻ്റെ. അതന്നെ ആ കാര്യത്തിൽ ഐസക്ക് ഒരു മിടുക്കനാണ്. ഈ അവിടെ ഈ ഇതുകൊണ്ട് ഈ സാമ്പത്തിക വിദഗ്ധരാന്ന് പറഞ്ഞ് ഇവരുടെ കുടുംബമുണ്ട്, മുഴുവൻ സ്ത്രീകളാണ്, ഫൈനാൻസ് ഓഫീസേഴ്സ് എല്ലാം കൂടെ, എല്ലാം നല്ല പിടിപിടിക്ക് പെണ്ണുങ്ങളാണ്.
അവിടെ ഇവൻ്റെ പോയി ഇരിപ്പ് വലിയ സന്തോഷമാണ് അവനെ. അപ്പം ഞാൻ പല പ്രാവശ്യം ഐസക്കിനെ കാണേണ്ടതെന്ന് വിളിച്ചപ്പോൾ ഇവൻ അവിടെയാണ്, എൻ്റെ ഫോൺ എടുക്കുമായിരുന്നു. ഞാൻ അവിടെ പോയി കണ്ടിട്ടുണ്ട്. അവനൊരു 10-20 പെണ്ണുങ്ങളെടുക്ക് നടുക്ക ഇരിപ്പ്. ഒരു സുഖം അവനെ കുറ്റം വേണ്ട, ഈ പ്രായത്തിൽ അവന് സന്തോഷം കൊണ്ടല്ലേ. അവന് പെമ്പിളെ ഇട്ടേച്ച് പോയപ്പോൾ അവനങ്ങനെയൊക്കെ ചെയ്യട്ടെ. അമേരിക്കയിൽ പോയി. അവള് ഇവന് പറഞ്ഞത് നിൽക്കിയല്ല, അവളവിടെ വഴിക്ക് പോയി. 2 കുട്ടികൾ അമേരിക്ക പൗരത്വമാണ്. ഞാൻ പറയാം, അവള് ഒരു ബന്ധവും ഇവനായിട്ടില്ല. അപ്പോൾ പിന്നെ അവന് മനുഷ്യ സഹജമായ ദൗർബല്യം അവനുണ്ട്. പോട്ടെ, ഞാനതിൽ ഇടപെടുകയില്ല. സ്വപ്നയും ഞാൻ ഇടപെടുകൽ എന്നോട് ചോദിച്ചില്ല. നന്ദുമാർ എന്നെ കൊണ്ട് പറയിക്കാൻ തുടങ്ങി. ഞാൻ ഒരു സ്ഥാനാർത്ഥി ആയിരിക്കുന്ന ഐസക്കിനെ പറ്റി ഞാൻ ആരോടും പറയാൻ ഞാനില്ല. പക്ഷേ അവന് കാല് പിടിക്കാൻ വന്നു എന്ന് പറഞ്ഞു. അല്ല, ചുമ്മാ പറയുന്നു. ഞാൻ ആ ഓർത്തഡോക്സ് സഭയുടെ സമ്മേളനത്തിന് ചെന്നപ്പം ഞാൻ എന്നെ മുട്ടയിൽ ഇങ്ങനെ കൈകുത്തി നിന്നുണ്ട്. പൊന്നു പറയും എന്നെ ഉപദ്രവിക്കരുത്. അപ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നുണ്ട്. ഒരു സ്ഥാനാർത്ഥിയല്ലേ ഞാൻ. ഐസക്കെ ഞാൻ പറയും, നീ ഒരു കാര്യം ഞാൻ പറയും, വേറെ മറ്റൊന്നും പറയാല. ഈ കടക്കണിയിലാക്കിയ ഉത്തരവാദിത്വം നീ പറയണം, നീ സഹിച്ചേ പറ്റുള്ളൂ. ഞാൻ അത് പറയും, വേറെ ഒന്നും പറയാനുള്ളൂ. അതായത് വേറെ എനിക്കറിയാം 100 ഉണ്ട്. ഇപ്പോൾ അതൊക്കെ കേട്ടാൽ നന്ദുമാർ ബോധം കൊടുക്കും. ഞാൻ പറയാം, അപ്പം ഇനി ബോംബുകൾ കൈവശം ഒരിക്കലും അവൻ തോറ്റു കഴിഞ്ഞ് പിന്നെ പറയാം. തമാശ. അതായത് 4,50,000 4,27,000 കോടി രൂപ കടന്ന് ഞാൻ പറഞ്ഞു. പ്ലസ് അത് കഴിഞ്ഞ് കേട്ടോ, അത് കഴിഞ്ഞ് ധനകാര്യമന്ത്രിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വിദഗ്ധമായ റിപ്പോർട്ട് എല്ലാം കൂടെ വന്നപ്പം 4.5 ലക്ഷം കോടിയായി. അതായത് ഒരാൾക്ക് 1 ലക്ഷത്തിലും മേലെ കടമാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യണം? കൊന്നുകളയണം. ഞാൻ പറഞ്ഞു ഗുരുതരമായ കുറ്റകൃത്യം ഇല്ല. പിന്നെ ഈ ഇവിടെ ധർമ്മക്കാരൻ പാവങ്ങളിൽ കിടപ്പില്ല, ധർമ്മം തണ്ടി. അവൻ 1 ലക്ഷം രൂപ കടക്കാരനാണ്, അവൻ അറിയുന്നില്ല. അവന് മുതലാളിയാ. ഇപ്പം നന്ദുമാർ ഇവിടെ ഇരിക്കുക, 1 ലക്ഷം രൂപ കടക്കാരനാണ്. അതിൻ്റെ ഞാനും കിടക്കാരനാണ്. ഈ കേരളത്തെ മുഴുവൻ ജനങ്ങളും കടക്കിണിയിലാക്കിയിരിക്കുകയാണ്. അത് ശരിക്കും പിണറായി വിജയനെ ഇങ്ങനെ വെട്ടിൽ ചാടിച്ചത് അദ്ദേഹമാണ്. അത് പിണറായി വിജയൻ ചാടിയല്ല, വീതം പറ്റിയതാ. പിന്നെ പറഞ്ഞിട്ട് പിണറായി വിജയൻ എന്തിനും കമ്മീഷൻ കിട്ടിയാൽ മതിയല്ലോ. ഈ കിഫ്ബി വഴി ഉണ്ടാക്കിയിട്ടുള്ള ബിൽഡിങ്ങുകൾ, അതായത് ഹോസ്പിറ്റൽ വലിയ ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതിനൊക്കെ കമ്മീഷൻ പറ്റാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതല്ലേ. പക്ഷേ പലതിനും ലിഫ്റ്റില്ല, ലിഫ്റ്റുള്ളൊരു നടയില്ല. ഒരു രസമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വലിയ ഇത് സർക്കാർ മുതലൊന്നും ജനങ്ങളുടെയില്ല. അതിനൊരു ഉത്തരവാദിത്വം നമ്മൾ കാണിക്കണ്ടേ. അതിലൊക്കെ വളരെ പരാജയം. അങ്ങിപ്പം BJPയിൽ ചേർന്നു, ജനപക്ഷം പിരിച്ചുവിട്ടു. ഇനി ഇവിടെ കേരളത്തിൽ BJPയുടെ സ്ഥിതി എന്താണ് ഇപ്പോൾ എന്ന് പറയും? മനസാക്ഷി നീതിബോധമുള്ള മലയാളികൾ മുഴുവൻ BJP ചേരും. കാരണം ഇവിടെ ഉദാഹരണം പറയാം, ഇസ്രായേൽ ഹമാസ് യുദ്ധം വന്നു. അത് പ്രധാനമന്ത്രി പറഞ്ഞു ഹമാസ് കടന്നു കയറിയതാണ്. സത്യമാണ്. ഒക്ടോബർ 7 ഇസ്രായേൽ കയറി ആക്രമിച്ച പ്രശ്നം. അത് കഴിഞ്ഞ് തിരിച്ചു 30,000 കൊന്നു കഴിഞ്ഞപ്പോൾ അവർ നിർത്തുന്നില്ല. കടന്നുകയറ്റക്കാരാണ് ഹമാസ്. ഇന്ത്യൻ പ്രധാനമന്ത്രി കമൻറ്റാണ്. പക്ഷേ പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി നിലനിന്ന് കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതാ യഥാർത്ഥ സത്യസന്ധമായ കമൻറ്റ്. ഇവിടെ പിണറായി പറഞ്ഞതാ, ഇസ്രായേലിൻ്റെ കടന്നുകയറ്റത്തിനെതിരെ പ്രതിഷേധ മീറ്റിംഗ്, എല്ലാ തൊപ്പിയന്മാരുടെ മീറ്റിംഗ്, ആളുകൾ തമ്മിൽ ലോറിക്കും ബസ്സിന് ആളെ ഇറക്കി മീറ്റിംഗ്, ഇസ്രായേലിനെ തെറി. അപ്പം ഞാനോർത്ത് ഇവന്മാരുള്ളത് സഹാക്കന്മാരല്ലേ കുളത്തറയിലെ കാണിക്കുള്ളൂ, ചൈനീസ് പക്ഷപാതികളല്ലേ, ആയിക്കോട്ടെ. ഒരാഴ്ച കഴിയുമ്പോൾ കോൺഗ്രസ് സമ്മേളനം, പലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനം, അതിൻ്റെ മീറ്റിംഗ് പ്രസംഗം കേട്ടപ്പോൾ ഇസ്രായേലിനെ തെറിയോട് തെറി. അപ്പോൾ രണ്ടും കണക്കാണ്. ഇത് രണ്ടും കണക്കല്ലേ. അപ്പോൾ അന്നാണ് ഞാൻ തീരുമാനിച്ചു ഇതിലും ശരിയല്ലോ, നേരിടണം തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഇത്ര സ്ട്രോങ് ആയിട്ട് BJP. പക്ഷേ BJP കഴിഞ്ഞ കുറേ കാലമായിട്ട് പിണറായി വിജയനെ എതിരെയുള്ള കേസുകളെല്ലാം അട്ടിമറിക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയ സംഭവം മുന്നിലല്ലേ? അത് ഇങ്ങനെ ഒരു ആരോപണമുണ്ട്. അതിൻ്റെ വസ്തുതാപരമായ കാര്യങ്ങൾ ഒന്നുകൂടെ പരിശോധിക്കുന്നുണ്ടേ, എന്നിട്ട് പറയാം. ഇപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല. പക്ഷേ വേറെ കാര്യമാണ്, ഈ പിണറായി വിജയൻ അതിബുദ്ധിപരമായി ആരോടെ പറഞ്ഞു കൊടുത്താണെങ്കിലും വൃത്തി കാണിക്കും. ഈ ഹമാസ് ഇഷ്യൂ ഉണ്ടാക്കിയപ്പോഴും അയക്ക് കിട്ടിക്കൊണ്ടുതന്നെ മുസ്ലിങ്ങളെല്ലാം കൂടെ ഒന്ന് വീയായിട്ട്. അതോടൊപ്പം SNDP ഒരു നല്ല വിഭാഗം CPM-ലാണ്. ഇത് രണ്ടും കൂടെ ചേർന്നത് ഭൂരിപക്ഷമാവും. ഇതാണ് അയാളുടെ ഉദ്ദേശം. അയാൾ അത് ചെയ്തു. ഇപ്പോൾ പ്രശ്നമാവും. സത്യം ജനം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, ഇപ്പം എല്ലാവർക്കും അറിയാം. ഇപ്പോൾ വരുന്നതന്നെ ഇവിടെ കോഴിക്കോട് പിണറായി വിജയൻ പ്രസംഗിച്ച ഇസ്രായേലിൽ വല്ലതും നടക്കുമോ? ബോധമുണ്ടോ?
ഇതൊക്കെ വേറെ അഭിനയമാണെന്ന് അറിയാനുള്ള ബോധം നമ്മുടെ കേരളത്തിലില്ല. വേറെ കിറ്റ് കൊടുത്ത് വോട്ട് മേടിച്ചവന് ആ കിറ്റിനകത്തുള്ള ഈ സാധനം മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത് അതുമല്ല ഈ സഞ്ചി ഉണ്ടാക്കിയൊരു വോട്ട്, സഞ്ചിക്ക് വോട്ട്, അതല്ലേ ഇപ്പോൾ കയറിയത്. ഇത് നടക്കലിനി എന്നാണെന്നറിയോ, കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ജനങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുക, അറിയാൻ പോവുക. ഇതുവരെ BJPക്കാർ പറഞ്ഞിട്ടില്ല, പറഞ്ഞത് ആരും ശ്രദ്ധിച്ചിട്ടില്ല. ശ്രദ്ധിക്കുന്ന ഇത് പറയാനുള്ള നടപടിയിലേക്ക് പോവുക. അത് കഴിയുമ്പോൾ കാണുകയില്ല ഇത്. പിന്നെ വേറെ നീങ്ങടെ ഇവിടുന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ പോയിട്ട് ഇവന്മാർ ഇരുവണ്ണം കൂടെ തന്നെ വായും ഇരിക്കല്ലേ. എൻ്റെ ഫലം ഒന്നാമത് അവിടെ പറയുന്നതെന്ന് ഇവർക്ക് മനസ്സിലായപ്പോൾ മിണ്ടാൻ സമയമില്ല, മിണ്ടിയിട്ട് ആരും കേൾക്കാനുമില്ല. അവിടെ ആ ഡൽഹിയിൽ പോയിട്ട് മഹാത്മാഗാന്ധിയുടെയോ അല്ല നെഹ്റുവിൻ്റെയോ ഒക്കെ ഒത്തിരി പ്രതിമുണ്ട്, അതിൻ്റെ കീഴെ പോയി തടലടിച്ചിരിക്കാം, അതല്ലാതെ ഒരു ഗുണവുമില്ല. നാടിന് എന്തെങ്കിലും ഗുണമുണ്ടാകണോ BJPയുടെ MP പോകണം. BJP എന്നവർ NDAയുടെ MP ഇന്ത്യൻ പാർലമെൻറ്റിൽ ചെന്ന് പറഞ്ഞാൽ കേൾക്കാനുള്ള ആളുണ്ടാവും. കേൾക്കാൻ ആളുണ്ടാവുമെന്ന് മാത്രമല്ല നടപടി ഉണ്ടാവും. ഞാൻ മാത്രം പോയി BJP ചേർന്നു, ഞങ്ങൾ 3 പേരെ 2 പേരെ ചെന്നു. അന്ന് ഞാൻ പറഞ്ഞത് മുഴുവൻ പീയൂഷ് ഗോയൽ മന്ത്രി ഓർഡർ ഇട്ടു, മനസ്സിലായില്ലേ. റബ്ബറിൻ്റെ സബ്സിഡി നിർത്തിക്കളഞ്ഞു, ഈ ആവർത്തന കൃഷി സബ്സിഡി ഇല്ല, ആസാം ഉൾപ്പെടെ അങ്ങോട്ട് അതിവിടെ ഇല്ലായിരുന്നു, ഓർഡർ ഇട്ടു. ഇപ്പോൾ ആവർത്തന കൃഷിക്ക് 40,000 രൂപ സബ്സിഡി കൊടുക്കുക. പിന്നെ ഒരു 420 ഫീൽഡ് ഓഫീസേഴ്സ് ഉണ്ട്, അതിൽ 60 ഇന്ന് നിർത്തിപ്പോയി. അത് ഓർഡർ ഇട്ടു. ഞാൻ ഫയൽ കൊണ്ടുവരാൻ പറഞ്ഞു, ഞാൻ ഇരിക്കുമ്പോൾ ഓർഡർ ഇട്ടു, മുഴുവൻ നിയമിച്ചുകൊണ്ടിരിക്കുക. കേരളത്തിലിപ്പം അതിൻ്റെ താങ്ങുവില നിശ്ചയിക്കുക, അതിൻ്റെ അറേഞ്ച്മെൻറ്റ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടുത്തെ പ്രശ്നം ആരെന്ന് ഒരു റബ്ബർ മാത്രമല്ല, റബ്ബർ പോലെ എത്രയോ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ട്. ഒരെണ്ണത്തിന് മാത്രമായിട്ട് പറ്റുകയില്ല, അവരെയും കൂടെ നോക്കട്ടെ. ഈ താങ്കളുടെ അതുപോലെ കേട്ടോ, നമ്മുടെ ഏലം ഇടുക്കിയിലെ പാവപ്പെട്ട കർഷകൻ അതിൻ്റെ കാര്യം ഇടപെടാനായിട്ടുണ്ട്. ഇവിടെ കേരള കോൺഗ്രസ്സുകാരനല്ലേ ഉണ്ട്, അവൻ ഇങ്ങോട്ട് പോയി സത്യാഗ്രഹം ചെയ്യും, കാശ് മേടിക്കും. ഇതായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇനി അത് നടക്കേല. കേരള കോൺഗ്രസ്സിന് കാശ് മേടിച്ച് ഞാൻ നിർത്തിത്തരാം. അതല്ലേ റബ്ബർ ബോർഡിലേക്ക് സമരം വെച്ചാൽ ഓടിച്ചെന്ന് മനോരമ കാശ് മേടിക്കുക. ഇതായിരുന്നു പണി നേതാക്കന്മാർ. അതൊക്കെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടാക്കും, ഒരു സംശയം വേണ്ട. അതായത് താങ്കളുടെ വരവോട് കൂടിയിട്ട് ഈ ക്രിസ്ത്യൻ മേഖലയിലുള്ള വോട്ട് ബാങ്ക് BJPക്ക് അനുകൂലമാകും എന്നുള്ളൊരു സംഭവമാണല്ലോ വന്നത്. അത് എത്രമാത്രം? അതായത് ഞാൻ വന്നു എന്നുകൊണ്ട് ക്രിസ്ത്യാനി എല്ലാം പറഞ്ഞൊന്നുമില്ല. പക്ഷേ ഞാൻ വന്നുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനിയെയും BJPയിൽ കുഴപ്പമില്ല എന്ന് ക്രിസ്ത്യാനിക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്നുള്ളതാണ് എൻ്റെ കാര്യം. ഞാൻ BJP ചെന്നതുകൊണ്ട് എനിക്ക് യാതൊരു നഷ്ടമില്ല, ലാഭമുള്ളെന്നും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗത്തിന് ഗുണമുള്ളെന്നും ക്രിസ്ത്യാനിക്ക് മനസ്സിലാവും. അതാണ് ഇതിൻ്റെ ലാഭം. അല്ലാതെ ഞാൻ പോയതുകൊണ്ട് ക്രിസ്ത്യാനിയെല്ലാം കൂടി എന്നല്ല. നമ്മുടെ ബിഷപ്പുമാർ ഉൾപ്പെടെ എല്ലാവരും കാര്യങ്ങൾ പഠിക്കല്ലേ. മിണ്ടിയ ഉടനെ പറയുന്നത് തന്നെ മണിപ്പൂരാണ്. മണിപ്പൂർ എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കണം, മണിപ്പൂർ സംഭവം എത്രയോ നൂറ്റാണ്ടുകളായിട്ട് നിൽക്കുകയല്ലേ, വംശീയകലാപം കുക്കിയും മൈദയും തമ്മിൽ. അതൊരു പ്രധാനമന്ത്രി വന്നാൽ അന്നേരം തീർക്കാൻ പറ്റുമോ? അങ്ങനെ നെഹ്റുവിനെ തീർക്കാഞ്ഞത്, മൊറാർജി ദേശായി തീർത്തില്ലല്ലോ, അല്ല ശാസ്ത്രി തീർത്തോ? ആരാ തീർത്ത്? BP സിംഗ് വന്നിട്ട് തീർക്കാത്തതന്നെ. അപ്പം ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ തീർത്തോണം, അതിനാ നിയമം. പക്ഷേ ആ വിഷയത്തിലും അമിത്ഷാ ഇടപെട്ടിരിക്കുക. ഈ 2 കൂട്ടരെ ഒരുമിച്ചിരുത്താൻ കഴിയുമെന്ന് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. ആദ്യമായിട്ട് അങ്ങനെ നീക്കം നടക്കുന്നു. കേരളത്തിൽ നമ്മൾ ഏറ്റവും പിണറായി വിജയനെ കാണുന്ന ഒരു കൊലയാളിയുടെ ഒരു മുഖമാണല്ലോ. അത് പറഞ്ഞിട്ട് ചന്ദ്രശേഖരൻ, ഞാൻ ചോദിക്കട്ടെ, കൊലയാളിയുടെ മുഖം എങ്ങനെ കാണാതെ? വയനാട്ടിലിപ്പം വെറ്ററിനറി കോളേജിലുണ്ടായ സംഭവത്തെ സിദ്ധാർത്ഥ കൊച്ചൻ, അവനെ 3 ദിവസം മുറിയിൽ പൂട്ടിയിട്ട് അടിച്ചു. വയറെ കയറി ചവിട്ടി ഡാൻസ് കളിച്ചു. വയറെ കുടൽ മുഴുവൻ പിരിഞ്ഞുപോയി. 3 ദിവസം വെള്ളം പോലും കൊടുത്തില്ല. മൃഗമല്ലേ ഈ തെണ്ടികൾ? ആരാ? SFIക്കാരാ ഈ പിണറായിയുടെ അനുയായികൾ? എന്നാലോചിച്ച് ഒക്കെ ഏറ്റവും സങ്കടം. ആ കൊച്ചിൻ്റെ വീട്ടിൽ പോയി ഈ കൊലയാളി 12 എണ്ണമാണ്. അതിൽ 3 അമ്മമാർ ഈ വൃത്തികെട്ടവന്മാർ ഈ കുഞ്ഞിൻ്റെ കൂട്ടത്തിൽ കുഞ്ഞിൻ്റെ വീട്ടിൽ പോയി അമ്മയുടെ ഇത് കഞ്ഞി മേടിച്ച് കുടിച്ച് വെച്ചാൽ ഭക്ഷണം കഴിച്ചു വെച്ചാൽ ഈ തന്തയ്ക്ക് വർക്കാത്തം കാണിച്ചത്. മനുഷ്യനാണ് തെണ്ടികൾ. ഇതാണ് SFI, പിണറായി വിജയൻ്റെ SFI. കൊലയാളി രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പിണറായി, അയാളുടെ സ്വഭാവം തന്നെ. TP വെട്ടിയത് 52 വെട്ടല്ലേ വെട്ടത്? മനുഷ്യൻ ചെയ്യുമോ? ഈ കൊലയാളി രാഷ്ട്രീയം, ഇതിനൊക്കെ അറുതി വരുത്തണം, അത്രേ ഉള്ളൂ. ശരിക്കും അന്ന് പിണറായി വിജയൻ രക്ഷപ്പെട്ടത് ശരിക്കും അന്ന് പിണറായി വിജയനായിരുന്നല്ലോ പ്രതി. പിന്നെ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? അത് അന്വേഷണത്തിൽ വന്ന പിഴയാണ്. പിണറായിയെ പ്രതിയാക്കാൻ നല്ല കോടതിയിലും പിണറായിയുടെ പേര് വന്നില്ല. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും പുറകിലുള്ള ശക്തിയെപ്പറ്റി അന്വേഷിച്ചില്ല. അത് പിണറായിയുടെ സ്വാധീനത്തിന് ഭാഗമാണ്. പക്ഷേ ഇപ്പോൾ കോടതി വരുന്നുണ്ട്.
അത് സുപ്രീം കോടതിയിലേക്ക് വരാൻ പോവുക. ദയവരിച്ച് ആ കേസും പിണറായിയുടെ കോങ്ങായപ്പെടുത്തം വീഴുന്ന എൻ്റെ വിശ്വാസം. അന്ന് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ ദുരിതം ഇങ്ങനെ കേരളം ദുരിതം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. ഞാൻ 100% യോജിക്കുന്നതിനോട്. എത്ര കാലം പിണറായി ഉണ്ടാവുന്നു. ഇപ്പം 99 പേരുണ്ട് പിണറായി ഉൾപ്പെടെ. അപ്പോൾ ഉടനെ അഴിച്ചു വിടാൻ പറ്റില്ല, അത് പറ്റില്ല. പാർട്ടിക്കല്ല. ഇപ്പോൾ ഈ കേസ് അന്വേഷണമൊക്കെ വരുന്നുണ്ടല്ലോ. എൻ്റെ കണക്കനുസരിച്ച് ഈ പാർലമെൻറ്റ് ഇലക്ഷനോടനുബന്ധിച്ച് അല്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ ബഹുമാനായ പിണറായി വിജയനും മകനും ഭാര്യ എല്ലാം കൂടെ പൂജപ്പുര സെൻട്രലിലേക്ക് പോകുന്നതാണ് എൻ്റെ വിശ്വാസം. നമുക്ക് കാത്തിരുന്ന് കാണാം. അങ്ങ് ഇത് പറയാൻ തുടങ്ങി കുറേ കാലമായി, 4-5 മാസമായി ഞാൻ പറയാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഇന്ന് വരെ യാതൊരു നടപടികളും അടുത്തടുത്ത് വരുന്നത് കാണുന്നില്ലേ? അടുത്തടുത്ത് വരുന്ന ഇങ്ങനെ ഞാൻ പറയുന്നവരും അടുക്കുക, അടുത്തടുത്തടുത്ത് വന്ന് അകത്താവും. ധൈര്യമായിട്ട് അങ്ങയുടെ ഭാര്യയുടെ പ്രാക്ക് തീർച്ചയായിട്ടും അതേറ്റല്ലോ, ധൈര്യമായിട്ട് ഏറ്റിട്ടുണ്ട്. ഉഷ ഞാനൊരു മനപ്രയാസം കൊണ്ട് പറഞ്ഞാലേ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ എന്നെ അതല്ല, രാത്രി പാതിരാ മുതൽ പോലീസ് റോഡിൽ നിൽക്കുക, 10-300 പോലീസുകാർ വീട്ടിൽ രാവിലെ കയറി പിടിക്കുക. ഞാൻ സന്തോഷം കുളിച്ചു കൂട്ടത്തിൽ പോയി കേട്ടോ. എങ്കിലേ മര്യാദ ഇതൊക്കെ ചെയ്യുന്നു. അത് അവിടെ വേദനയാണ് അവൾ പറഞ്ഞത്. അതിന് ഞാൻ അവളോട് ഇതുവരെ അതിനെപ്പറ്റി സംസാരിച്ചിട്ടേ ഇല്ല. അതെന്നെ വേട്ടെ, അവിടെ ഒരു അങ്ങയുടെ അഭിപ്രായത്തിൽ ഇത്തവണ ഈ കേരളത്തിൽ എത്ര സീറ്റുകൾ BJP വിജയിക്കും? 5 കുറയില്ലെന്ന് എൻ്റെ കണക്ക്. 5 എന്നാണ് എൻ്റെ കണക്ക്. നാഷണൽ ലെവലിൽ BJP പ്രാവശ്യം അധികാരത്തിൽ വരുന്നു. 400 മുകളിൽ പോകുമെന്ന് കാർഗെ പറഞ്ഞല്ലോ. കോൺഗ്രസിന് AICC പ്രസിഡന്റ് പറഞ്ഞു 400 മുകളിൽ പോകുന്നു. പിന്നെ വിഷമിക്കുന്നു. വീണ്ടും അധികാരത്തിൽ അയ്യോ സംശയമില്ല. അതല്ല, ഞാൻ ചോദിക്കട്ടെ, വേറെ ആർക്കോട്ട് ചെയ്യും മനുഷ്യൻ? ഒരു ഇന്ത്യക്കാരനാണോ അവൻ നമ്മുടെ നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അവൻ ചെയ്യുമോ? മനസാക്ഷിയുള്ളവനാണ് വോട്ട് ചെയ്യും. അല്ലെ രാജ്യദ്രോഹിയായിരിക്കും. രാജ്യത്തെ സ്നേഹമില്ലാത്തവൻ തിരിച്ചു വോട്ട് ചെയ്യും. രാജ്യസ്നേഹം കൊണ്ട് വോട്ട് ചെയ്യും. ഇവിടെ വേറെ ആരിയ്ക്കുന്നത്? കോൺഗ്രസ് തീർന്നു പോയില്ലേ? കോൺഗ്രസ് ഉണ്ടോ? എവിടെ ഇരിക്കുന്നു ഈ സാധനം? കോൺഗ്രസ് പ്രവർത്തകർ ദുരിതത്തിലാണ്. അവരെല്ലാം BJPയിലേക്ക് ക്ഷണിക്കുക. ഞാൻ ഇങ്ങോട്ട് പോരട്ടെ. ഈ പിണറായിയുടെ കള്ളക്കച്ചവടത്തിൽ മടുത്തിരിക്കുന്ന CPM-കാരുണ്ട്, അവരെയും BJPയിലേക്ക് സ്വാഗതം ചെയ്യുക. ഞാൻ സത്യം പറയാം, ഇവിടുത്തെ പത്തനംതിട്ട ഞാൻ ഒരിക്കലും സീറ്റ് ആഗ്രഹിച്ചില്ല എന്ന് പറഞ്ഞല്ലോ. പക്ഷേ ചോദിച്ചുമില്ല. പത്തനംതിട്ട ഈ പാർലമെൻറ്റ് നിയമത്തിൽ 7 അസംബ്ലി നിയമനത്തിലെയും BJPയുടെ പ്രവർത്തകർ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് എൻ്റെ പേരാണ്. ഇതാണ് എൻ്റെ പേര് വരാൻ കാരണം. ഞാനിപ്പോഴും അതിന്മേൽ സംസാരിച്ചിട്ടില്ല, ഒരാൾ പോലും സംസാരിച്ചില്ല. എൻ്റെ മകനുമായി ജാവദ്കറൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ എന്നെ അവൻ പറഞ്ഞു. ഞാനിതൊന്നും തന്നെ ഇടപെടാറില്ല, മത്സരിക്കണം നിർബന്ധമില്ല. എന്തായാലും ലോക്സഭാ ഇലക്ഷൻ നാളെയോ മറ്റന്നാളോ പ്രഖ്യാപിക്കുമെന്നുള്ള വാർത്തകളാണ് വരുന്നത്. നന്ദി, നമസ്കാരം. താങ്ക് യു.